എല്ലാ രണ്ടാം വർഷ പ്ലംബർ ജനറേറ്റീവ് വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒന്നാമത്തെ യൂണിറ്റാണ്. ഒന്നാമത്തെ യൂണിറ്റിൽ ഇൻസ്റ്റലേഷൻ ആൻഡ് റിപ്പയർ ഓഫ് അഡ്വാൻസ്ഡ് സാനിറ്ററി ഫിക്സ്ചേഴ്സ് എന്ന പോർഷനാണ് കവർ ചെയ്തത്. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം. രണ്ടാമത്തെ യൂണിറ്റിൽ ഫംഗ്ഷനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ടാപ്സ്, വാൽവ്സ് ആൻഡ് കൺട്രോൾ ഡിവൈസസ് എന്ന പോർഷനാണ് എടുക്കാനുള്ളത്. അതിൽ തന്നെയുള്ള വാൽവിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇതിൽ വാൽവുകൾ എന്താണെന്നും അവയുടെ ഫങ്ഷൻസ് എന്താണെന്നും അവയുടെ ഭാഗങ്ങൾ എന്താണെന്നും ഏതൊക്കെ തരം വാൽവുകൾ ഉണ്ടെന്നും അവ എങ്ങനെ സ്ഥാപിക്കാമെന്നും അവ റിപ്പയർ ചെയ്യാം എന്നുള്ളതുമാണ് ഈ ക്ലാസ്സിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ രണ്ടാം വർഷ പ്ലംബർ ജനറേറ്റീവ് വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ വാൽവുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അവ എന്താണെന്നും അവയുടെ ഫങ്ഷൻസ് എന്താണെന്നും അവയുടെ പാർട്സ് എന്തൊക്കെയാണെന്നുമാണ് ഈ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്. Valve. A valve is a device that regulates, directs or controls the flow of fluid by opening, closing or partially obstructing various passageways. എന്താണ് വാൽവ്? വാൽവ് ഒരു ഉപകരണമാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഫ്ലോയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഫ്ലോ നടക്കുന്ന ഓപ്പണിങ്ങിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്തുകൊണ്ടാണ്. മൊത്തത്തിൽ അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഫ്ലോ നടക്കുന്നില്ല. അത് തുറന്നു വരുന്നത് വഴി അത് ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു വാൽവിൻ്റെ ധർമ്മം. വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസാണ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ജലപ്രവാഹം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിൻ്റെ പ്രവാഹത്തെ തുടങ്ങുവാനും നിർത്തുവാനും അതുപോലെ നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഫങ്ഷൻസ് ഓഫ് എ വാൽവ്: സ്റ്റോപ്പിംഗ് ആൻഡ് സ്റ്റാർട്ടിംഗ് ഫ്ലോ, റെഡ്യൂസ് ഓർ ഇൻക്രീസ് എ ഫ്ലോ, കൺട്രോളിംഗ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ, റെഗുലേറ്റിംഗ് എ ഫ്ലോ ഓർ പ്രോസസ് പ്രഷർ, റിലീവ് എ പൈപ്പ് സിസ്റ്റം ഓഫ് എ സെർട്ടൈൻ എക്സസ് പ്രഷർ. വാൽവിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും വാൽവുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ ഫ്ലോ നിയന്ത്രിക്കാൻ, അതായത് ജലപ്രവാഹത്തിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും വാൽവ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ജലപ്രവാഹം അല്ലെങ്കിൽ ഏത് ഫ്ലൂയിഡാണ് പോകുന്നത് അതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ മാറ്റാനും നമ്മൾ വാൽവുകൾ ഉപയോഗിക്കുന്നു. വാൽവുകളുടെ മറ്റൊരു ഉപയോഗം എന്നത് അവ പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതായത് ഒരു പൈപ്പിലെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം നിയന്ത്രിക്കാനും വാൽവുകൾ ഉപയോഗിക്കുന്നു. പിന്നെ പൈപ്പുകളിൽ ജലപ്രവാഹം നടക്കുമ്പോൾ മർദ്ദം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൈപ്പുകൾ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പൈപ്പിലെ പ്രഷർ കുറയ്ക്കാനും അതുവഴി ജലവിതരണ സംവിധാനത്തെ സംരക്ഷിക്കുവാനും നമ്മൾ വാൽവുകൾ ഉപയോഗിക്കുന്നു. പാർട്സ് ഓഫ് എ വാൽവ്. ഒരു വാൽവിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോഡി, ബോണറ്റ്, ഡിസ്ക്, സീറ്റ്, സ്റ്റെമ്മ്, പാക്കിങ്, ട്രിമ്മ്, ആക്ച്വേറ്റർ. ഇവയാണ് ഒരു വാൽവിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഗേറ്റ് വാൽവാണ്. അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാൻഡിൽ വീല്, സ്റ്റെമ്മ്, യോർക്ക്, ഗ്ലാൻഡ് ബോൾട്ട്, ഗ്ലാൻഡ് ഫ്ലാഞ്ച്, ഗ്ലാൻഡ് ബുഷ്, ഗ്ലാൻഡ് പാക്കിംഗ്, ബോണറ്റ്, ബാക്ക് സീറ്റ്, ബോൾട്ട് ഓർ സ്റ്റഡ്, ബോഡി, ഡിസ്ക്, സീറ്റ്. ഇനി നമുക്ക് ഈ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും വിശദമായി ഡിസ്കസ് ചെയ്യാം. ആദ്യമായി ബോഡി. മെയിൻ പ്രഷർ റീറ്റെയിനിങ് പാർട്ട് ഹോൾഡ്സ് ഓൾ അതർ പാർട്സ്. ബോഡീസ് ആർ കാസ്റ്റ് ഓർ ഫോർജ്ഡ്. എൻഡ് കണക്ട്സ് വിത്ത് പൈപ്പിംഗ്. എൻഡ് കണക്ഷൻസ് ക്യാൻ ബി വെൽഡഡ്, ഫ്ലാൻജ്ഡ് ഓർ ത്രെഡഡ്. ബോഡി എന്ന് പറയുന്നത് ഒരു വാൽവിൻ്റെ മെയിൻ പ്രഷർ റീറ്റെയിനിങ് പാർട്ടാണ്. അപ്പോൾ ഫ്ലൂയിഡ് ഫ്ലോ നടക്കുന്നത് ബോഡിയിലൂടെയാണ്. ബോഡിയുമായിട്ടാണ് മറ്റ് വാൽവിൻ്റെ ഭാഗങ്ങളെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബോഡി പല വിധത്തിലുണ്ടായിരിക്കാം. അത് കാസ്റ്റിംഗ് വഴിയോ ഫോർജിങ് വഴിയോ ഉണ്ടായിരിക്കാം. എൻഡ് കണക്ഷൻ, അതായത് പൈപ്പ് ഫ്ലോ നടക്കുമ്പോൾ പൈപ്പുകളുമായി എൻഡ് കണക്ഷൻസ് നടക്കുന്ന മൊത്തം ബോഡിയിലൂടെയാണ്. എൻഡ് കണക്ഷൻസ് ഫ്ലാൻജ്ഡ് ആവാം, വെൽഡഡ് ആവാം, ത്രെഡഡ് ജോയിൻറ്റുകളാവാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വാൽവിൻ്റെ ബോഡിയാണ്. ഈ വാൽവിൻ്റെ എൻഡ് കണക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഇൻഫ്ലോയും ഇത് ഔട്ട്ഫ്ലോ ഡയറക്ഷനുമാണ്. ഈ വാൽവിന് ഫ്ലാൻജ്ഡ് എൻഡ് കണക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഫ്ലോ ഓപ്പണിംഗ്. അടുത്തതായി ബോണറ്റ്. Bonnet is also a pressure retaining part. It acts cover for the valve body. It can be connected to the body by bolting, welding or threading. Bonnet provides access to other valve parts like stem, disc, etc. അടുത്തായി ബോണറ്റ്. ചിത്രത്തിൽ ഒരു വാൽവിൻ്റെ ബോണറ്റാണ് കാണിച്ചിരിക്കുന്നത്. ബോഡിയെ പോലെ ബോണറ്റും ഒരു പ്രഷർ റീറ്റെയിനിങ് പാർട്ടാണ്. ബോണറ്റ് ആണ് മറ്റ് വാൽവ് പാർട്ടുകളെ ബോഡിയുമായി കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോണറ്റിലൂടെയാണ് നമുക്ക്
വാൽവിൻ്റെ മറ്റ് ഭാഗങ്ങളായ സ്റ്റെമ്മ്, ഡിസ്ക് മുതലായിട്ട് അതിലോട്ട് ആക്സസ് ചെയ്യാനും വാൽവിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വാൽവ് ക്ലീൻ ചെയ്യാനും മറ്റും നമുക്ക് ആക്സസ് കിട്ടുന്നത് ബോണറ്റിലൂടെയാണ്. ഇതാണ് ബോണറ്റ്. ഈ ബോണറ്റ് ബോഡിയുമായി വെൽഡിംഗ് വഴിയോ ബോൾട്ടിംഗ് വഴിയോ അല്ലെങ്കിൽ ഫ്ലാൻസ്ഡ് ജോയിൻസ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ബോണറ്റിലൂടെയാണ് മറ്റ് വാൽവിൻ്റെ ഭാഗങ്ങൾ ബോഡിയിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അടുത്തായി വാൽവ് ട്രിം. ഇന്റേണൽ റീപ്ലേസബിൾ പാർട്സ് ഓഫ് ദ വാൽവ്. Trim includes disc, seat, stem, backseat. The elements of trim comes in direct contact with the floor. വാൽവിൻ്റെ ഇന്റേണൽ ആയിട്ടുള്ള റീപ്ലേസബിൾ പാർട്സ് അല്ലെങ്കിൽ മൂവബിൾ പാർട്സിനെയാണ് നമ്മൾ വാൽവ് ട്രിം എന്ന് പറയുന്നത്. വാൽവ് ട്രിം ആണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലോയെ നിയന്ത്രിക്കുന്നത്. വാൽവ് ട്രിമിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത് ഡിസ്ക്, സീറ്റ്, സ്റ്റെം, ബാക്ക് സീറ്റ് തുടങ്ങിയവയാണ്. വാൽവ് ട്രിമ്മിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ട്രിമ്മിൻ്റെ എലിമെൻറ്റ്സ് ഏത് ഫ്ലൂയിഡാണ് വാൽവിലൂടെ ഒഴുകുന്നത് അതുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന ഭാഗങ്ങളാണ് വാൽവ് ട്രിമ്മിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്ലോയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളെല്ലാം വാൽവ് ട്രിമ്മിൽ ഉൾപ്പെടുന്നു. ഡിസ്ക് കൺട്രോൾസ് ദ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ്, സ്റ്റാർട്ട് ഓർ അലോ ഫ്ലോ, ത്രോട്ടിൽസ്, സ്റ്റോപ്സ് ദ ഫ്ലോ. വാൽവ്സ് ആർ നെയിംഡ് ബൈ ദ ഷേപ്പ് ഓഫ് ദ ഡിസ്ക്. എക്സാമ്പിൾ ബോൾ വാൽവ്, നീഡിൽ വാൽവ്, പ്ലഗ് വാൽവ് എക്സെട്ര. ഡിസ്ക് എന്ന് പറയുന്നത് വാൽവ് ട്രിമ്മിൻ്റെ ഒരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജലപ്രവാഹത്തെ കൺട്രോൾ ചെയ്യുന്നത് ഡിസ്കിൻ്റെ മൂവ്മെൻ്റ് ആണ്. ജലപ്രവാഹം തുടങ്ങാനും നിർത്തുവാനും കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കുന്നത് ഡിസ്ക്കാണ്. അപ്പോൾ ചിത്രത്തിൽ പലതരത്തിലുള്ള ഡിസ്കുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ബട്ടർഫ്ലൈ വാൽവാണ്. അതിൻ്റെ ബട്ടർഫ്ലൈ വാൽവിൻ്റെ ഡിസ്ക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ബട്ടർഫ്ലൈ വാൽവിൻ്റെ സീറ്റ് റിങ്. പല വാൽവുകൾക്കും അവയുടെ പേര് കിട്ടുന്നത് അവയുടെ ഡിസ്കിൻ്റെ ഷേപ്പിൽ നിന്നാണ്. ഉദാഹരണത്തിന് ബോൾ വാൽവ്, നീഡിൽ വാൽവ്, പ്ലഗ് വാൽവ് തുടങ്ങിയവ. ബോൾ വാൽവിൻ്റെ ഡിസ്ക് ഒരു ബോളിൻ്റെ ഷേപ്പിലാണ്. നീഡിൽ വാൽവിൻ്റെത് ഒരു നീഡിൽ ഷേപ്പിൽ. സീറ്റിംഗ് സർഫസ് ഓഫ് ദ ഡിസ്ക് integral to valve body which prevents ring. Forged metallic rings or non-metallic rings. Some valves have more than one seat. Globe valve has one seat while gate valve has two seat. അടുത്തതായി സീറ്റ്. സീറ്റ് എന്ന് പറയുന്നത് ഒരു വാൽവിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്. സീറ്റിലാണ് ഡിസ്ക് വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. സീറ്റും വാൽവും കറക്റ്റായി ജോയിൻ്റ് ആയാൽ മാത്രമേ നമുക്ക് ഫ്ലോ മൊത്തമായി നിർത്താൻ പറ്റുകയുള്ളൂ. സീറ്റിൽ ലീക്ക് ഉണ്ടായാൽ വാൽവിൻ്റെ പ്രവർത്തനം മൊത്തം തകരാറിലാവും. സീറ്റ് മെറ്റാലിക് റിങ്സോ നോൺ മെറ്റാലിക് റിങ്സോ ആകാം. പിന്നെ ചില വാൽവുകൾക്ക് ഒരു സീറ്റേ കാണുള്ളൂ, എന്നാൽ ചില വാൽവുകൾക്ക് ഒന്നിൽ കൂടുതൽ സീറ്റ് കാണും. ഉദാഹരണത്തിന് ഗ്ലോബ് വാൽവിന് ഒരു സീറ്റേ ഉള്ളൂ, ഗേറ്റ് വാൽവിന് 2 സീറ്റും. എന്നാൽ മൾട്ടി പോർട്ട് വാൽവുകൾക്ക് 2ൽ കൂടുതൽ സീറ്റ് കാണാറുണ്ട്. അടുത്തതായി സ്റ്റെം. റോഡ് ഓർ ഷാഫ്റ്റ് ദാറ്റ് കണക്ട്സ് ദ മൂവ്മെന്റ് ഓഫ് ദ ഡിസ്ക്, യൂഷ്വലി ഫോർജ്ഡ്, കണക്ട്സ് ആക്ടുവേറ്റർ ടു ദ ഡിസ്ക്, കണക്റ്റഡ് ടു ഡിസ്ക് ബൈ ത്രെഡഡ് ജോയിന്റ് ഓർ വെൽഡിംഗ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് സ്റ്റെമ്മാണ്. സ്റ്റെം എന്ന് പറയുന്ന ഒരു റോഡ് ഓർ ഷാഫ്റ്റാണ്. ഡിസ്ക് അതുമായി അറ്റാച്ച് ചെയ്തിരിക്കും. അതിൻ്റെ ഒരു ഭാഗം ആക്ടുവേറ്ററുമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കും. സ്റ്റെം ഉപയോഗിച്ചാണ് നമ്മൾ ആക്ടുവേറ്റർ വഴി ഡിസ്കിനെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. സ്റ്റെമ്മ് ബോണറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. സ്റ്റെമ്മ് സാധാരണ ഫോർജിങ് വഴിയാണ് ഉണ്ടാക്കുന്നത്. സ്റ്റെമ്മും ഡിസ്കും യോജിപ്പിക്കുന്നത് വെൽഡിംഗ് വഴിയോ ത്രെഡഡ് ജോയിൻസ് വഴിയാണ്. ചില സമയത്ത് അവ ഒറ്റ യൂണിറ്റ് ആയിട്ടും ഉണ്ടാക്കാറുണ്ട്. സ്റ്റെം പാക്കിംഗ്. Stem packing fills the space between stem and bonnet. It ensures a tight fit for the stem and bonnet. It prevents leakage through stem of valve. അടുത്തായി സ്റ്റെം പാക്കിംഗ്. സ്റ്റെം പാക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മും വാൽവിൻ്റെ ഗ്ലാൻഡ് പാർട്ട് അല്ലെങ്കിൽ ബോണറ്റിനും ഇടയ്ക്കുള്ള സ്പേസ് ഫില്ല് ചെയ്യുന്ന പാർട്ടാണ്. ഇത് സ്റ്റെമ്മ് ടൈറ്റായിട്ട് വാൽവിൽ ഫിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റെമ്മിനും ഗ്ലാൻഡിനും ഇടയ്ക്കുള്ള ഗ്യാപ്പിലൂടെ ലീക്ക് ഉണ്ടാവാതിരിക്കുന്നത് സ്റ്റെം പാക്കിംഗ് മൂലമാണ്. ആക്ടുവേറ്റർ. Actuator is the mechanism to operate the valve. Types of actuator: manual, electric motor, hydraulic, solenoid, pneumatic, self-actuating. വാൽവ് പ്രവർത്തിക്കുന്ന മെക്കാനിസത്തെയാണ് നമ്മൾ ആക്ടുവേറ്റർ എന്ന് പറയുന്നത്. പലതരം ആക്ടുവേറ്ററുകൾ നിലവിലുണ്ട്. ചില ആക്ടുവേറ്ററുകൾ മാനുവലായിട്ട് പ്രവർത്തിക്കുന്നതുണ്ട്, അതായത് നമ്മൾ തന്നെ പറയുന്നത് അവയ്ക്ക് ലിവർ കാണും, ഹാൻഡിൽ കാണാം, അല്ലെങ്കിൽ വീൽ കാണും. ചില ആക്ടുവേറ്ററുകൾ ഇലക്ട്രിക് മോട്ടോർ വഴി പ്രവർത്തിക്കാം. ചില സോളിനോയിഡുകളുടെ വഴിയും ചില എയർ പ്രഷർ വഴിയുമാണ് പ്രവർത്തിക്കുന്നത്. പുതിയതായുള്ള സെൽഫ് ആക്ടുവേറ്റിംഗ് വാൽവുകളിൽ സെൻസേഴ്സ് ഉണ്ട്. അവ ജലപ്രവാഹത്തെ സെൻസ് ചെയ്ത് സ്വയം വാട്ടർ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നു. വാൽവ് മെറ്റീരിയൽസ്: ഡക്റ്റൈൽ അയൺ, കാർബൺ സ്റ്റീല്, ബ്രാസ്, ബ്രോൺസ്, PVC, CPVC, etc. Valve type and material depends on use, pressure, working conditions, etc. അടുത്തതായി നമ്മൾ വാൽവുകൾ എന്തൊക്കെ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ചിത്രങ്ങളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഈ വാൽവ് നിർമ്മിച്ചിരിക്കുന്നത് CPVC കൊണ്ടാണ്. ഇത് ഒരു PVC വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ബട്ടർഫ്ലൈ വാൽവാണ്. ഇത് ബ്രാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗേറ്റ് വാൽവാണ്.
ഇതൊരു മെറ്റൽ അലോയ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബോൾ വാൽവാണ്. അങ്ങനെ അപ്പോൾ വാൽവുകൾ പല മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കാം. അതായത് ഡക്റ്റൈൽ അയൺ, കാർബൺ സ്റ്റീല്, ബ്രാസ്, ബ്രോൺസ്, PVC, CPVC തുടങ്ങിയ പല പദാർത്ഥങ്ങൾ കൊണ്ട് നമുക്ക് വാൽവുകൾ ഉണ്ടായിരിക്കും. ഏത് തരം വാൽവാണ് അല്ലെങ്കിൽ ആ വാൽവ് എന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് ആ വാൽവ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, അവിടുത്തെ പ്രഷർ എന്താണ്, അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് എന്താണ്, ഇവയെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ പ്രഷർ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് CPVC, PVC മുതലായ കൊണ്ടുണ്ടായിരിക്കുന്ന വാൽവുകളാണ്. എന്നാൽ വാട്ടർ സപ്ലൈ സിസ്റ്റങ്ങളിലും മറ്റും ഫ്ലോ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കൂടുതൽ പ്രഷർ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റാലിക് വാൽവുകളും നോൺ മെറ്റാലിക് വാൽവുകളും, ഉദാഹരണത്തിന് ബ്രാസ്, ബ്രോൺസ്, കാസ്റ്റ് അയൺ തുടങ്ങിയവ കൊണ്ട് ഉണ്ടാക്കിയ വാൽവുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഏതുതരം വാൽവാണ് ഉപയോഗിക്കുന്നുള്ളത് അവ ഉപയോഗിക്കുന്ന സ്ഥലത്തെ സന്ദർഭങ്ങൾ അനുസരിച്ചിരിക്കും. സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ ഗേറ്റ് വാൽവുകൾ ഐസൊലേറ്റിംഗ് വാൽവുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഗ്ലോബ് വാൽവുകൾ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ നമ്മൾ വാൽവുകൾ എന്താണെന്നും അവയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നും അവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയെന്നുമാണ് നോക്കിയത്. ഇനി നമുക്ക് വാൽവുകളുടെ ക്ലാസിഫിക്കേഷനും ചില വാൽവുകളെ പരിചയപ്പെടാം. Classification of valves. Valves are generally classified based on operating mechanism into linear motion valves and rotary valves. വാൽവുകളുടെ അവയുടെ ഓപ്പറേറ്റിംഗ് മെക്കാനിസം അനുസരിച്ച് ലീനിയർ മോഷൻ വാൽവ്സ് എന്നും റോട്ടറി മോഷൻ വാൽവ്സ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ലീനിയർ മോഷൻ വാൽവ്സ്. Linear motion valves use a closure member that moves in a straight line to start, stop or throttle the flow. They are multi-turn valves and are slower in operation. Their level of accuracy is high and have higher stability. Examples are gate valve, globe valve, needle valve, pinch valve, diaphragm valve, etc. ലീനിയർ മോഷൻ വാൽവുകളിൽ ക്ലോഷർ മെമ്പർ ഒരു നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഇനി സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഫ്ലോ നിർത്തുന്നതും തുടങ്ങുന്നതും കൺട്രോൾ ചെയ്യുന്നത്. ഇവ മൾട്ടി ടേൺ വാൽവ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഓപ്പറേഷൻ സ്ലോ ആണ്. പക്ഷേ അവിടെ ആക്യുറസിയും സ്റ്റെബിലിറ്റിയും കൂടുതലാണ്. ചില ഉദാഹരണങ്ങൾ ഇവയൊക്കെയാണ് ഗേറ്റ് വാൽവ്, ഗ്ലോബ് വാൽവ്, നീഡിൽ വാൽവ്, പിഞ്ച് വാൽവ്, ഡയഫ്രം വാൽവ് തുടങ്ങിയവ. റോട്ടറി മോഷൻ വാൽവ്സ്. Rotary motion valves rotate a disc or ellipse about an angular or circular shaft extending across the diameter of an orifice. Quarter turn valves will be in their fully open or fully closed state after a 90-degree turn of the stem. Their operation is much quicker than linear motion valves. Examples are ball valve, plug valve, butterfly valve, etc. റോട്ടറി മോഷൻ വാൽവുകളിൽ ഒരു ഡിസ്കിൻ്റെ റൊട്ടേഷൻ വഴിയാണ് ജലപ്രവാഹത്തെ നിയന്ത്രിക്കുന്നത്. ഇവയിൽ വാൽവിൻ്റെ ഡിസ്ക് 90 ഡിഗ്രി തിരിയുമ്പോൾ ജലപ്രവാഹം ഒന്നുകിൽ തുറക്കും അല്ലെങ്കിൽ നിർത്തും. ഇവ ലീനിയർ മോഷൻ വാൽവുകളെ അപേക്ഷിച്ച് പെട്ടെന്ന് വർക്ക് ചെയ്യുന്നു. ചില ഉദാഹരണങ്ങൾ ഇവയ്ക്കാണ് ബോൾ വാൽവ്, പ്ലഗ് വാൽവ്, ബട്ടർഫ്ലൈ വാൽവ്. അടുത്തതായി നമുക്ക് ചില ലീനിയർ മോഷൻ വാൽവുകളെയും റോട്ടറി മോഷൻ വാൽവുകളെയും പരിചയപ്പെടാം. ആദ്യമായി ഗേറ്റ് വാൽവ്. ഗേറ്റ് വാൽവ് is a sliding type of valve, linear motion valve. The closing member is a metal gate. There is negligible pressure drop across the valve. It is used as an on-off valve, used in supply mains as isolating valves. ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് ഗേറ്റ് വാൽവിനെ കുറിച്ചാണ്. ഗേറ്റ് വാൽവ് ഒരു ലീനിയർ മോഷൻ വാൽവാണ്. ഇത് ഒരു ഗേറ്റ് വാൽവിൻ്റെ ചിത്രമാണ്. ഗേറ്റ് വാൽവിൽ ഫ്ലോ നിയന്ത്രിക്കുന്നത് ഒരു ഗേറ്റിൻ്റെ ഷേപ്പിലുള്ള ഒരു ക്ലോസിംഗ് മെമ്പറാണ്. ഇത് ഗേറ്റ് വാൽവിൻ്റെ സിമ്പലാണ്. ഗേറ്റ് വാൽവിൽ പ്രഷർ ഡ്രോപ്പ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഓൺ ഓഫ് വാൽവായിട്ടാണ് അത് സാധാരണ ഉപയോഗിക്കുന്നത്. അത് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ അധികം ഉപയോഗിക്കാറില്ല. സപ്ലൈ മെയിൻസിലെല്ലാം ഐസൊലേറ്റിംഗ് വാൽവുകളായിട്ടാണ് ഗേറ്റ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ ബ്രാഞ്ച് ലൈനുകൾ എടുക്കുമ്പോൾ ബ്രാഞ്ച് ലൈനുകളും മെയിൻ ലൈനുകളെയും ഐസൊലേറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഗേറ്റ് വാൽവുകൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി ഗ്ലോബ് വാൽവ്. എ ഗ്ലോബ് വാൽവ് ഈസ് എ ലീനിയർ മോഷൻ വാൽവ് consisting of a movable disc element, the plug, and a stationary ring seat. Body is spherical in shape, generally used for regulating flow in a pipeline. ഗ്ലോബ് വാൽവ് ഒരു ലീനിയർ മോഷൻ വാൽവാണ്. അതിൻ്റെ ബോഡിയുടെ ഷേപ്പ് കാരണമാണ് അതിനെ ഗ്ലോബ് വാൽവ് എന്ന് പറയുന്നത്. ഇത് ഗ്ലോബ് വാൽവിൻ്റെ ചിത്രമാണ്. അതൊരു ഗ്ലോബിൻ്റെ ഷേപ്പിലുള്ളതുകൊണ്ടാണ് അതിന് ആ പേര് കിട്ടിയിരിക്കുന്നത്. ഇത് ഗ്ലോബ് വാൽവിൻ്റെ സിമ്പിളാണ്. ഗ്ലോബ് വാൽവ് സാധാരണയായി ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓൺ ഓഫ് വാൽവായിട്ടും അത് ഉപയോഗിക്കാം. എന്നിരുന്നാലും കൂടുതലായി അത് ഉപയോഗിക്കുന്നത് ഫ്ലോ റെഗുലേഷനാണ്. ഗ്ലോബ് വാൽവിൽ ക്ലോഷർ മെമ്പർ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്കാണ്. ഗേറ്റ് വാൽവിൽ ഒരു ഗേറ്റാണ് ക്ലോഷർ മെമ്പറെങ്കിൽ ഗ്ലോബ് വാൽവിൽ ഒരു ഡിസ്ക്കാണ് ക്ലോഷർ മെമ്പറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഹാൻഡിൽ തിരിക്കുമ്പോൾ ആ ഡിസ്ക് വന്ന് സീറ്റിൽ സെറ്റ് ചെയ്താണ് ഫ്ലോ നിയന്ത്രിക്കുന്നത്. അടുത്തത് ആംഗിൾ വാൽവ്. ആംഗിൾ വാൽവ് ഇസ് എ ഗ്ലോബ് വാൽവ് വിത്ത് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്സ് അറ്റ് ആൻ ആംഗിൾ.
ജനറലി യൂസ്ഡ് എസ് എ ഷട്ട് ഓഫ് വാൽവ് ഇൻ വാഷ് ബേസിൻസ്, വാട്ടർ ഹീറ്റേഴ്സ്, ഹോട്ട് വാട്ടർ പൈപ്സ് എക്സെട്ര. ഇത് ഒരു ആംഗിൾ വാൽവാണ്. ആംഗിൾ വാൽവ് യഥാർത്ഥത്തിൽ ഒരുതരം ഗ്ലോബ് വാൽവാണ്. പക്ഷേ ഇതിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും 90 ഡിഗ്രിയിലാണ്. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇത് ഇൻലെറ്റും ഇത് ഔട്ട്ലെറ്റുമാണ്. ഇവ തമ്മിൽ 90 ഡിഗ്രി ആംഗിളാണ് വരുന്നത്. ആംഗിൾ വാൽവ് ഉപയോഗിക്കുന്നത് നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്തും വാട്ടർ ഹീറ്ററിൻ്റെ അടുത്തുമൊക്കെ ജലപ്രവാഹം നിർത്താനുള്ള ഷട്ട് ഓഫ് വാൽവുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് വാഷ് ബേസിനുകൾക്കും വാട്ടർ ഹീറ്ററിനുമൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാട്ടർ സപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഷട്ട് ഓഫ് ചെയ്യാനാണ് നമ്മൾ ആംഗിൾ വാൽവുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. Diaphragm valve consists of a valve body with 2 or more ports, a diaphragm and seat upon which the diaphragm closes the valve. The valve body made of plastic, metal, wood, etc. Diaphragm valve uses a flexible sheet pressed close to the edge of a solid dam. No contact between fluid and valve. Start, stop or regulate. ചിത്രത്തിൽ കാണുന്നത് ഒരു ഡയഫ്രം വാൽവാണ്. ഇത് ഡയഫ്രം വാൽവിൻ്റെ സിമ്പിളാണ്. ഡയഫ്രം വാൽവിൽ ക്ലോസിംഗ് മെമ്പറായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഡയാഫ്രമാണ്. അതൊരു ഫ്ലെക്സിബിൾ മെമ്പറൈനാണ്. ഈ ഡയാഫ്രം വാൽവിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡയാഫ്രം വാൽവിൻ്റെ ഹാൻഡിൽ ഇറക്കുമ്പോൾ സ്റ്റെമ്മ് താഴോട്ട് വരികയും ഈ ഫ്ലെക്സിബിൾ മെമ്പറൈൻ താഴെ വന്ന് ഈ സീറ്റിൽ അറ്റാച്ച്ഡ് ആവുകയും ചെയ്യുന്നു. ആ സമയത്ത് ഫ്ലോ പൂർണ്ണമായും തടസ്സപ്പെടും. തിരിച്ചു കറക്കുമ്പോൾ പതിയെ പതിയെ ഡയാഫ്രം മുകളിലോട്ട് ഉയരുകയും ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഡയഫ്രം വാൽവിൻ്റെ ബോഡി പ്ലാസ്റ്റിക്കോ മെറ്റലോ വുഡോ കൊണ്ട് നിർമ്മിച്ചതാവും. ഡയഫ്രം വാൽവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലോയും വാൽവിൻ്റെ പാർട്സും കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണ്. വാൽവിൻ്റെ മൂവബിൾ പാർട്സിൻ്റെ ആയ സ്റ്റെമ്മിൻ്റെ ഭാഗങ്ങളെല്ലാം ഫ്ലോയിലുമായിട്ട് ഒരു കോണ്ടാക്റ്റും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലൂടെ പോകുന്ന ഫ്ലൂയിഡിൽ വേസ്റ്റ് മെറ്റീരിയൽസോ മറ്റോ ഉണ്ടെങ്കിൽ അവ വാൽവിൻ്റെ മൂവബിൾ പാർട്സിനകത്തോട്ട് കയറി പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല. ഡയഫ്രം വാൽവ് ഒരു റെഗുലേറ്റിംഗ് വാൽവായിട്ടും ഐസൊലേറ്റിംഗ് വാൽവായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇത് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഉപയോഗിക്കും. അടുത്തതായി പിഞ്ച് വാൽവ്. ലീനിയർ മോഷൻ വാൽവ് എംപ്ലോയ് ആൻ ഇലാസ്റ്റിക് ട്യൂബിംഗ് ആൻഡ് എ ഡിവൈസ് ദാറ്റ് ഡയറക്ട്ലി കോണ്ടാക്ട്സ് എ ട്യൂബിംഗ് ബോഡി യൂസ്ഡ് ടു സ്റ്റാർട്ട്, സ്റ്റോപ്പ് ഓർ റെഗുലേറ്റ് ഫ്ലോ. Used in applications where the media needs to be completely isolated from any internal valve parts. Bulk and solids handling, cement industry, wastewater industry, etc. where there is large quantity of suspended solid. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു പിഞ്ച് വാൽവാണ്. ഇത് അതിൻ്റെ സിമ്പിളാണ്. ഇത് പിഞ്ച് വാൽവിൻ്റെ സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗങ്ങൾ നോക്കാം. ബോഡി, ഫ്ലെക്സിബിൾ ട്യൂബ്, അപ്പർ പിഞ്ച് ബാർ, ലോവർ പിഞ്ച് ബാർ, സ്പിൻഡിൽ, ഹാൻഡിൽ. പിഞ്ച് വാൽവ് ഒരു ലീനിയർ മോഷൻ വാൽവാണ്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇലാസ്റ്റിക് ട്യൂബിങ്ങുകൾ മുകളിലോട്ട് വന്ന് ഫ്ലോയെ നിയന്ത്രിക്കുന്നു. ഈ രണ്ട് ട്യൂബിങ്ങുകളും പരസ്പരം കോൺടാക്റ്റിലാകുന്ന സമയത്ത് ഫ്ലോ നടക്കുന്നില്ല. പിഞ്ച് വാൽവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡയഫ്രം വാൽവിൻ്റെ കണക്ക് ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡും വാൽവിൻ്റെ ഇന്റേണൽ എലിമെന്റ്സും തമ്മിൽ കോൺടാക്റ്റ് ഒന്നും വരുന്നത്. പിഞ്ച് വാൽവ് ഒരു റെഗുലേറ്റിംഗ് വാൽവായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഉപയോഗിക്കാറുണ്ട്. വെള്ളത്തിൽ സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ അളവ് കൂടുതലുള്ളപ്പോഴും വേസ്റ്റ് വാട്ടർ പമ്പ് ചെയ്യേണ്ടി വരുമ്പോഴും പിന്നെ സിമെൻറ്റ് ഇൻഡസ്ട്രിയിലുമൊക്കെയാണ് നമ്മൾ പിഞ്ച് വാൽവുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നീഡിൽ വാൽവ്, ലീനിയർ മോഷൻ വാൽവ്. The distinguishing characteristic of a needle valve is the long, tapered, needle-like point on the end of the valve stem. Needle access disc accurately control the flow. Can also be used as a reliable shut-off valve. They are generally used only for low flow rates. The most common application is to control the flow of a gas-like prop. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു നീഡിൽ വാൽവാണ്. ഇത് നീഡിൽ വാൽവിൻ്റെ സിമ്പിളാണ്. ഇതാണ് നീഡിൽ വാൽവിൻ്റെ സെക്ഷൻ. നീഡിൽ വാൽവ് ഒരു ലീനിയർ മോഷൻ വാൽവാണ്. ഇതിലെ ക്ലോഷർ മെമ്പറിന്റെ ഷേപ്പ് ഒരു നീഡിലിന്റെ ഷേപ്പാണ്. ഇതേസമയത്ത് ഒരു ഗ്ലോബ് വാൽവ് ആയിരുന്നെങ്കിൽ ഈ നീഡിൽ ഷേപ്പിന് വരെ ഇവിടെ ഒരു ഡിസ്ക് ഷേപ്പാണ് ഉണ്ടാവുക. നീഡിൽ വാൽവിൽ പ്രഷർ ഡ്രോപ്പ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഇത് ഫ്ലോ കൺട്രോൾ വാൽവായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓൺ ഓഫ് വാൽവായിട്ടും അധികം ഉപയോഗിക്കാറില്ല. എന്നാലും ഒരു റിലയബിൾ ഷട്ട് ഓഫ് വാൽവായിട്ടും നീഡിൽ വാൽവ് ഉപയോഗിക്കാറുണ്ട്. നീഡിൽ വാൽവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫ്ലോ അക്യുറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് നീഡിൽ വാൽവ് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ പ്രഷർ ഡ്രോപ്പ് ഹൈ ആയതുകൊണ്ട് തന്നെ ഇത് സാധാരണയായി ലോ ഫ്ലോ കണ്ടീഷൻസിലാണ് സാധാരണയായി നമ്മൾ നീഡിൽ വാൽവ് ഉപയോഗിക്കാറുള്ളത്. പ്രൊപ്പൈൻ പോലുള്ള ഗ്യാസുകൾ നമുക്ക് പൈപ്പിംഗ് സിസ്റ്റത്തിലൂടെ കടത്തിവിടേണ്ട സമയത്തൊക്കെയാണ് നമ്മൾ നീഡിൽ വാൽവ് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് നമുക്ക് ഫ്ലോ അക്യുറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ക്ലോസിംഗ് മെമ്പർ ഒരു നീഡിൽ ഷേപ്ഡാണ്. അടുത്തതായി നമുക്ക് ചില റോട്ടറി മോഷൻ വാൽവുകളെ പരിചയപ്പെടാം. ആദ്യമായി ബോൾ വാൽവ്. റോട്ടറി മോഷൻ വാൽവ് വിച്ച് യൂസസ് എ ഹോളോ പെർഫറേറ്റഡ് ആൻഡ് പിവറ്റിംഗ് ബോൾ ടു കൺട്രോൾ ദ ഫ്ലോ ത്രൂ ഇറ്റ്. ഡ്യൂറബിൾ ആൻഡ് റിലയബിൾ. ക്വിക്ക് ഇൻ ആക്ഷൻ. മെയിൻലി യൂസ്ഡ് ഫോർ ഓൺ ഓർ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ റെഗുലേറ്റിംഗ് ഫ്ലോ. യൂസ്ഡ് ഇൻ വാട്ടർ ലൈൻസ് ഇൻ ഹൗസസ്, ഇൻഡസ്ട്രി സെക്ഷൻ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ബോൾ വാൽവാണ്. ഇത് ബോൾ വാൽവിൻ്റെ സിമ്പിളാണ്. ബോൾ വാൽവ് ഒരു റോട്ടറി മോഷൻ വാൽവാണ്. ഇതിലെ ക്ലോസിംഗ് മെമ്പർ എന്ന് പറയുന്ന ഒരു ബോളാണ്. ബോൾ ഒരു പെർഫറേറ്റ് ആണ്. അതിനകത്ത് ഒരു ഹോളുണ്ട്. ഈ ബോളിൻ്റെ മൂവ്മെൻ്റ് ആണ് ശരിക്കും നമ്മുടെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുന്നത്. സാധാരണയായി
നമ്മൾ ബോൾ വാൽവ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ അതൊരു റെഗുലേറ്റിംഗ് വാൽവായിട്ട് ഉപയോഗിക്കാറ്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാൽവാണ് ബോൾ വാൽവ്. നമ്മുടെ പൈപ്പ് ലൈനുകളിലും മറ്റും ബോൾ വാൽവ് ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി ബട്ടർഫ്ലൈ വാൽവ്, റോട്ടറി മോഷൻ വാൽവ്. ബട്ടർഫ്ലൈ വാൽവ്സ് ആർ മോസ്റ്റ് സിമ്പിൾ വാൽവ്സ്. ദേ ആർ ക്വാർട്ടർ ടേൺ ഓപ്പറേറ്റഡ് വാൽവ്സ്, requires less space, quick and easy to operate, used as an on-off valve or as regulating valve. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ വാൽവാണ്. ഇതതിൻ്റെ ലിവറാണ്. ഇത് ബട്ടർഫ്ലൈ വാൽവിൻ്റെ ഡിസ്ക്കാണ്. അതിൻ്റെ സീറ്റിംഗ് റിങ്ങും ബട്ടർഫ്ലൈ വാൽവിൻ്റെ ബോഡിയുമാണ്. ഇത് ബട്ടർഫ്ലൈ വാൽവിൻ്റെ സിമ്പിൾ. ബട്ടർഫ്ലൈ വാൽവ് ഒരു റോട്ടറി മോഷൻ വാൽവാണ്. അതുപോലെ തന്നെ ഒരു ക്വാർട്ടർ ടേൺ വാൽവാണ്. ഈ ഹാൻഡിൽ ഒരു 90 ഡിഗ്രി തിരിക്കുമ്പോൾ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയും വാൽവ് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. തിരിച്ച് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡിസ്ക് ക്ലോസ്. ബട്ടർഫ്ലൈ വാൽവുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവ സ്പേസ് വളരെ കുറച്ച് മതി. അതുകൊണ്ട് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയസിൽ പോലും നമുക്ക് ബട്ടർഫ്ലൈ വാൽവുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇവ ഓപ്പറേറ്റ് ചെയ്യാനും ഈസിയാണ്. അതുപോലെ ക്വിക്ക് ആക്ഷൻ. ഇവ സാധാരണയായി ഓൺ ഓഫ് വാൽവുകളായിട്ടും റെഗുലേറ്റിംഗ് വാൽവുകളായിട്ടും ഉപയോഗിക്കാറ്. പ്ലഗ് വാൽവ്. പ്ലഗ് വാൽവ് is a quarter turn rotary motion valve. Uses a tapered or cylindrical plug to start or stop. The disc is in plug shape which has a passage to pass the flow. It is used in place of gate valve where quick operation is. It can be used in high pressure and temperature service. It has a simple design and has fewer parts. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു പ്ലഗ് വാൽവിൻ്റെ സെക്ഷനാണ്. ഇതാണ് പ്ലഗ് വാൽവിൻ്റെ സിമ്പിൾ. പ്ലഗ് വാൽവ് ഒരു ക്വാർട്ടർ ടേൺ റോട്ടറി മോഷൻ വാൽവാണ്. ഇതിനകത്ത് ക്ലോസിംഗ് മെമ്പർ എന്ന് പറയുന്നത് ഒരു പ്ലഗ്, ഒരു സിലിണ്ടറിക്കൽ പ്ലഗ് ആണ്. ബോൾ വാൽവിൽ ഇതൊരു ബോൾ ഷേപ്ഡ് ആയിരുന്നു. ഈ പ്ലഗിൻ്റെ നടുക്കൂടെ ഒരു ഹോളുണ്ട്. ഈ പ്ലഗിൻ്റെ മോഷൻ വഴിയാണ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും. പ്ലഗ് വാൽവ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ഫ്ലോ കണ്ടീഷൻസിൽ ഗേറ്റ് വാൽവിനും പകരം ഓൺ ഓഫ് വാൽവായിട്ട് നമ്മൾ പ്ലഗ് വാൽവുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവയുടെ ഡിസൈൻ വളരെ സിമ്പിളാണ്, ഉപയോഗിക്കാനും എളുപ്പമാണ്. അടുത്ത ചെക്ക് വാൽവ്. എ ചെക്ക് വാൽവ് അലൗസ് ഫ്ലൂയിഡ് ഫ്ലോ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. They are also known as unidirectional valves. Check valves are often used before and after pumps. Check valves are used as foot valve in pumps, sprinklers, rainwater harvest system to prevent backflow of water. Examples are swing check valve, lift check valve, etc. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ചെക്ക് വാൽവാണ്. ഇത് അതിൻ്റെ ഇത് ചെക്ക് വാൽവുകളെ നമ്മൾ യൂണിഡയറക്ഷണൽ വാൽവ്സ് എന്നും പറയാറുണ്ട്. കാരണം എന്ന് പറയുന്നത് അവ ഫ്ലോ ഒരു ഡയറക്ഷനിലേ അനുവദിക്കാറുള്ളൂ. ചെക്ക് വാൽവുകൾ നമ്മൾ പമ്പുകൾക്ക് മുമ്പും പമ്പുകൾക്ക് ശേഷവും ഉപയോഗിക്കാറ്. വീട്ടിലെ മോട്ടോറിൻ്റെ സക്ഷൻ പൈപ്പുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു ചെക്ക് വാൽവാണ് നമ്മൾ ഫൂട്ട് വാൽവ് എന്ന് പറയുന്നത്. ഇത് ഒരു ഫൂട്ട് വാൽവിൻ്റെ ചിത്രമാണ്. ഇത് ഫൂട്ട് വാൽവിൻ്റെ സിമ്പലാണ്. ഇത് ഫൂട്ട് വാൽവിൻ്റെ സ്ട്രെയിനർ. ഫൂട്ട് വാൽവുകൾ നമ്മൾ പമ്പിലെ സക്ഷൻ പൈപ്പുകളിൽ ഉപയോഗിക്കാറുണ്ട്, സ്പ്രിംഗ്ലറുകളിൽ ഉപയോഗിക്കാറുണ്ട്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റത്തിലെല്ലാം ഉപയോഗിക്കാറുണ്ട്. ചെക്ക് വാൽവുകളും ഫൂട്ട് വാൽവുകളും നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലോ ഒരു ഡയറക്ഷൻ മാത്രമായി കൺഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫുഡ് വാൽവുകളും ചെക്ക് വാൽവുകളും ഉപയോഗിക്കുന്നത്. പലതരം ചെക്ക് വാൽവുകൾ നിലവിലുണ്ട്. ഉദാഹരണമായി സ്വിംഗ് ചെക്ക് വാൽവും ലിഫ്റ്റ് ചെക്ക് വാൽവും. എയർ വാൽവ്സ്. എയർ വാക്യൂം വാൽവ് ഈസ് എ സേഫ്റ്റി വാൽവ് ഓപ്പണിംഗ് ഇൻവേർട്ട് ടു അഡ്മിറ്റ് എയർ ടു എ വെസൽ ഇൻ വിച്ച് പ്രഷർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് കൊലാപ്സ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു എയർ വാക്യൂം വാൽവാണ്. ഇവ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ പമ്പിംഗ് സിസ്റ്റത്തിലെ പ്രഷർ വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് പ്രഷർ ഉണ്ടായി സക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ അവസരങ്ങളിൽ ഈ എയർ വാൽവുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുകയും അറ്റ്മോസ്ഫിയറിൽ നിന്ന് വായു ഈ എയർ വാൽവ് വഴി പമ്പിംഗ് സിസ്റ്റത്തിലോട്ട് എത്തി ആ നെഗറ്റീവ് പ്രഷറിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇതുവഴി സിസ്റ്റം കൊലാപ്സ് ചെയ്യുന്നതെന്ന് തടയും. എയർ അഡ്മിറ്റൻസ് വാൽവ്. എയർ അഡ്മിറ്റൻസ് വാൽവ്സ് ആർ വൺ വേ വെൻസ് ഇൻസ്റ്റോൾഡ് ആഫ്റ്റർ ദ ട്രാപ്പ് ഓൺ ദ ഡ്രെയിൻ ലൈൻ ഓഫ് എ ഫിക്സ്ചർ. They are designed to address negative air pressure in the drain system created when a fixture is drained. This protects the water seal in traps. ചിത്രത്തിൽ കാണുന്നത് ഒരു എയർ അഡ്മിറ്റൻസ് വാൽവാണ്. സാധാരണയായി എയർ അഡ്മിറ്റൻസ് വാൽവുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ട്രാപ്പിന് ശേഷം ഡ്രെയിനേജ് ലൈനുകളിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഡ്രെയിനേജ് ലൈനുകളിലെ ഫ്ലോ പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഒരു സക്ഷൻ പ്രഷർ ഉണ്ടാവുകയും നമ്മുടെ ട്രാപ്പിലുള്ള വാട്ടർ സീല് നഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ എയർ അഡ്മിറ്റൻസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. സക്ഷൻ പ്രഷർ, നെഗറ്റീവ് പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ എയർ അഡ്മിറ്റൻസ് വാൽവ് ഓപ്പൺ ആവുകയും അന്തരീക്ഷത്തിൽ നിന്നുള്ള വായു ഈ വാൽവ് വഴി നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിലോട്ട് എത്തുകയും പ്രഷർ ഇക്വലൈസ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വാട്ടർ സീല് നഷ്ടപ്പെടാതെ ഇത് സഹായിക്കുന്നു. അങ്ങനെ ട്രാപ്പുകൾ നല്ലവണ്ണം വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വാൽവുകളാണ് എയർ അഡ്മിറ്റൻസ് വാൽവ്. പ്രഷർ റിലീഫ് വാൽവ്. പ്രഷർ റിലീഫ് വാൽവ് ഈസ് ഡിസൈൻഡ് ടു ഓപ്പൺ ടു റിലീവ് എക്സസ് പ്രഷർ. It is characterized by a rapid opening or by opening in a manner generally proportional to the increase in pressure over the opening pressure. They are used as safety valve in high pressure application, as blow-off valve in water supply lines and in toll buildings. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു പ്രഷർ റിലീഫ് വാൽവ് സിസ്റ്റത്തിൻ്റെ അസംബ്ലിയാണ്. ഇതൊരു ഫ്ലാറ്റിലെ പ്രഷർ റിലീഫ് വാൽവ് സിസ്റ്റത്തിൻ്റെ അസംബ്ലിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഒത്തിരി വാൽവുകളുണ്ട്.
ഇതൊരു ഇൻഡിവിജ്വൽ പ്രഷർ റിലീഫ് വാൽവാണ്. അതിൻ്റെ ഗേജാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതൊരു പ്രഷർ റിലീഫ് വാൽവിൻ്റെ സിമ്പിളാണ്. പ്രഷർ റിലീഫ് വാൽവുകൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിലെ പ്രഷർ സാധാരണ അതിന് താങ്ങാവുന്ന പ്രഷറിലും അധികം എത്തിക്കഴിഞ്ഞാൽ ആ പ്രഷറിനെ റിലീവ് ചെയ്ത് നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രഷർ റിലീഫ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. അവയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ എപ്പോഴാണ് നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റത്തിലെ പ്രഷർ അതിൻ്റെ സെറ്റ് പ്രഷറിനെക്കാട്ടിയും കൂടുന്നത്, വാൽവ് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവുകയും പ്രഷർ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തെ രീതിയിൽ എന്ന് പറയുന്നത് ഗ്രാജുവലായിട്ടാണ്. അതായത് നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റത്തിലെ പ്രഷർ കൂടുന്നതിനനുസരിച്ച് വാൽവുകൾ ഗ്രാജുവലായിട്ട് ഓപ്പൺ ആവുകയും പ്രഷർ റിലീസ് ചെയ്യുകയും ചെയ്യും. പ്രഷർ റിലീഫ് വാൽവുകൾ നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റത്തിൻ്റെ വളരെയധികം സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഹൈ പ്രഷർ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ ബ്ലോ ഓഫ് വാൽവുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വലിയ ബിൽഡിങ്ങുകളിലും മറ്റും താഴത്തെ നിലകളിൽ പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. ആ അവസരങ്ങളിൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രഷർ റിലീഫ് വാൽവുകൾ ഉപയോഗിക്കാറുണ്ട്. ഫ്ലോട്ട് വാൽവ്. Float valve is a simple mechanical liquid level controller. The valve opens and closes in response to the water level in the tank. In a house, float valve is installed in water storage tank and flush tank. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫ്ലോട്ട് വാൽവ് ആണ്. ഇത് ഫ്ലോട്ട് വാൽവിൻ്റെ സിമ്പിളാണ്. ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ മെക്കാനിക്കൽ ലിക്വിഡ് ലെവൽ കൺട്രോളറാണ്. വാൽവിൻ്റെ ഓപ്പറേഷൻ ഒരു ടാങ്കിൽ ഉള്ള ജലത്തിൻ്റെ അളവിനനുസരിച്ചിരിക്കും. സാധാരണയായി ഫ്ലോട്ട് വാൽവ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ ലെവൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വാൽവ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. ഈ ഫ്ലോട്ട് വാൽവുകൾ സാധാരണ നമ്മുടെ വീട്ടിലെ ഫ്ലഷ് ടാങ്കിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യുന്ന പമ്പുകളുള്ള വീടുകളിലെ വാട്ടർ ടാങ്കുകളിൽ നമ്മൾ ഫ്ലോട്ട് വാൽവുകൾ ഉപയോഗിക്കാറുണ്ട്. സോളിനോയിഡ് വാൽവ്. ഇലക്ട്രിക്കലി കൺട്രോൾഡ് വാൽവ്. ദ വാൽവ് ഫീച്ചേഴ്സ് എ സോളിനോയിഡ് വിച്ച് ഈസ് ആൻ ഇലക്ട്രിക് കോയിൽ വിത്ത് എ മൂവബിൾ ഫെറോമാഗ്നറ്റിക് കോർ ഇൻ ഇറ്റ്സ് സെൻറ്റർ. കോമൺ ഇൻ ഹീറ്റിംഗ് സിസ്റ്റംസ്, കംപ്രസ്ഡ് എയർ, വാക്വം, ഇറിഗേഷൻ, കാർ വാഷസ് എക്സെട്ര. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിനോയിഡ് വാൽവുകളെ കുറിച്ചാണ്. ചിത്രത്തിൽ കാണുന്നത് ഒരു സോളിനോയിഡ് വാൽവാണ്. ഇത് സോളിനോയിഡ് വാൽവിൻ്റെ സോളിനോയിഡ് വാൽവുകൾ എന്ന് പറയുന്നത് മോഡേൺ വാൽവുകളാണ്. ഇവ പലപ്പോഴും സെൻസറുകൾ ഉള്ള വാൽവുകളിലും മറ്റും നമ്മൾ സോളിനോയിഡ് വാൽവുകളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ഫിനോമിനൻ ഉപയോഗിച്ചാണ് സോളിനോയിഡ് വാൽവുകൾ പ്രവർത്തിക്കുന്നത്. സാധാരണയായി നമ്മൾ സോളിനോയിഡ് വാൽവുകൾ ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് സിസ്റ്റത്തിൽ, കംപ്രസ്ഡ് എയർ സിസ്റ്റത്തിൽ, വാക്വം സിസ്റ്റങ്ങളിൽ, ഇറിഗേഷൻ സിസ്റ്റത്തിൽ, കാർ വാഷിംഗ് സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ സോളിനോയിഡ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മേൽനോട്ടം ആവശ്യമില്ല. സാധാരണഗതിയിൽ ഇവ സെൽഫ് ആക്ടിവേറ്റിംഗ് വാൽവ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. തെർമോസ്റ്റാറ്റിക് മിക്സിംഗ് വാൽവ്. A thermostatic mixing valve is a valve that blends hot water and cold water to ensure constant safe shower and bath outlet temperatures. Prevents scalding. They are used in mixers, diverters, geysers, etc. തെർമോസ്റ്റാറ്റിക് വാൽവ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു തെർമോസ്റ്റാറ്റിക് വാൽവാണ്. ഇത് ഒരു തെർമോസ്റ്റാറ്റിക് വാൽവിൻ്റെ ചിത്രമാണ്. തെർമോസ്റ്റാറ്റിക് വാൽവുകൾ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടെമ്പറേച്ചറിലുള്ള വാട്ടറിൻ്റെ ഫ്ലോ മാത്രം അനുവദിക്കുന്ന വാൽവുകളാണ്. അവയിൽ സെൻസേഴ്സ് ഉണ്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി. ഇവ സാധാരണയായി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും മിക്സ് ചെയ്യുന്ന സിസ്റ്റത്തിലെല്ലാം നമ്മൾ തെർമോസ്റ്റാറ്റിക് വാൽവുകൾ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ വീട്ടിലുള്ള മിക്സേഴ്സിൽ, ഡൈവേർട്ടേഴ്സിലൊക്കെ നമ്മൾ തെർമോസ്റ്റാറ്റിക് വാൽവുകൾ ഉപയോഗിക്കാറുണ്ട്. തെർമോസ്റ്റാറ്റിക് വാൽവ് വഴി ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും മിക്സ് ചെയ്യുമ്പോൾ സേഫ് ടെമ്പറേച്ചറിലുള്ള വെള്ളം മാത്രം പുറത്തോട്ട് വരാൻ ഇത് സഹായിക്കും. ആ സെറ്റ് ടെമ്പറേച്ചറിലുള്ള ഫ്ലോ മാത്രമേ നടക്കുകയുള്ളൂ. ഇതുവഴി കൂടുതൽ ചൂടുള്ള വെള്ളം പുറത്തു വരുന്നത് മൂലം അപകടങ്ങളുണ്ടാകാനുള്ള സാധ്യത ഒഴിവാകുന്നു. നമ്മളിതുവരെ പലതരം വാൽവുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ചില വാൽവുകൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അവയ്ക്ക് കേടുപാടുകൾ പറ്റിയാൽ അവ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നും നോക്കാം. ആദ്യമായി ഗേറ്റ് വാൽവ്. ഇൻസ്റ്റലേഷൻ ഓഫ് ഗേറ്റ് വാൽവ് ഈസ് സിമ്പിൾ. ടൂൾസ് റിക്വയർഡ് ഇൻക്ലൂഡ് അഡ്ജസ്റ്റബിൾ wrench, hacksaw, screwdriver, fittings like threaded couplings, etc. Main problems that occur in gate valves are valve do not close and leakage. The main reason for these problems are loose fittings, deposit of minerals, wear and tear of packing and other parts. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഗേറ്റ് വാൽവാണ്. ഇതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇതിൻ്റെ ഹാൻഡിൽ വീലാണ്, ഇതിൻ്റെ മെയിൻ ബോഡി, ഇത് ബോണറ്റ്, ഇതാണ് സ്റ്റെമ്മ് പാസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഫോളോവറും ഗ്ലാൻഡിൻ്റെ പാക്കിങ്ങുമാണിത്. ഇതാണ് വെജ്ഡ് ഷേപ്ഡ് ഗേറ്റ്. ഗേറ്റ് വാൽവ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി സാധാരണയായി വേണ്ടി വരുന്ന ടൂൾസ് എന്ന് പറയുന്നത് പൈപ്പ് റഞ്ച്, സ്പാനർ, ഹാക്സോ, സ്ക്രൂ ഡ്രൈവർ, പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ഫിറ്റിങ്സ് ആണ്. ഇപ്പോൾ നമ്മൾ സാധാരണ PVC, CPVC ഗേറ്റ് വാൽവുകളാണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. നമുക്ക് PVC സോൾവെൻറ്റ് സിമെൻറ്റ്, കോട്ടൺ വേസ്റ്റ് തുടങ്ങിയുള്ള ചില മെറ്റീരിയൽസ് മതിയാവും. എന്നാൽ ത്രെഡഡ് ഗേറ്റ് വാൽവുകൾ, അതായത് മെറ്റലോ അല്ലെങ്കിൽ അലോയ് കൊണ്ടുള്ള ഗേറ്റ് വാൽവുകളാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫിറ്റിങ്സും അക്സറീസും വേണ്ടി വരുന്നത്.
ഗേറ്റ് വാൽവിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒന്ന് ലീക്കേജും, രണ്ട് വെയർ ആൻഡ് ടിയറുമാണ്. ലീക്കേജ് എന്ന് പറയുന്നത് പലയിടത്തും ഉണ്ടാകും. ഹാൻഡിലിൻ്റെ സൈഡിൽ കൂടെ ലീക്ക് വരാം, സ്റ്റെമ്മിൻ്റെ സൈഡിൽ കൂടെ ലീക്ക് വരാം, ഗ്ലാൻഡിൻ്റെ സൈഡിൽ കൂടെ ലീക്ക് വരാം. അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റ് വാൽവിൻ്റെ സീറ്റിന് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാൽവ് മൊത്തത്തിൽ അടഞ്ഞാൽ പോലും വാൽവിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗേറ്റിന് തേയ്മാനം സംഭവിച്ചാൽ അല്ലെങ്കിൽ സീറ്റ് റിങ്ങിന് തേയ്മാനം സംഭവിച്ചാലും ഇതേ കാര്യം തന്നെ നടക്കാറുണ്ട്. ചില സമയത്ത് ഗ്ലാൻഡിൻ്റെ സ്റ്റെമ്മ് വളഞ്ഞു പോകാറുണ്ട്. അതുപോലെ സ്റ്റെമ്മിൻ്റെ ത്രെഡുകൾക്ക് തേയ്മാനം സംഭവിച്ചാലും ഇതുപോലെ വാൽവ് നമ്മൾ എത്ര തവണ ക്ലോസ് ചെയ്താലും അടയണമെന്നില്ല. പിന്നെ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ജലം ഹാർഡ് വാട്ടർ ആണെങ്കിൽ സ്കെയിൽ ഫോർമേഷൻ ഉണ്ടാകും. അതായത് ഹാർഡ് വാട്ടറുള്ള മിനറൽസ് വാൽവിൻ്റെ അകത്ത് അടിഞ്ഞു കൂടുന്നു. ഇതുമൂലം വാൽവിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഏരിയ കുറയുന്നു. അതുമൂലം വാൽവിലുള്ള ഫ്ലോ വളരെയധികം കുറയുന്നു. അതുപോലെ തന്നെ ഈ മിനറൽസ് വാൽവിൻ്റെ ഗേറ്റിൻ്റെ സൈഡിലും മറ്റും അടിഞ്ഞു കൂടുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇനി ഇവ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ഗേറ്റ് വാൽവ് ക്യാൻ ബി റിപ്പയർഡ് ബൈ tightening the packing nut and handle wheel, renewing the packing, assembling and reassembling after cleaning, replacing worn out parts, replacing worn out stem. The tools and materials required include wrenches, screwdriver, pliers, cotton waste, packing, etc. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഗേറ്റ് വാൽവിൻ്റെ ഓരോ ഭാഗങ്ങളായി പുറത്തെടുത്തിരിക്കുകയാണ്. ഇത് ഹാൻഡിൽ വീല്, ഇത് പാക്കിംഗ് നട്ട്, ഇത് വാൽവിൻ്റെ സ്റ്റെമ്മ്, ഇതാണ് വാൽവിൻ്റെ ഗേറ്റ്, ഇതാണ് വാൽവിൻ്റെ ബോഡി. ഇനി ഗേറ്റ് വാൽവിനെ നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്യാൻ നോക്കാം. ചില സമയത്ത് ഹാൻഡിൽ വീലിൽ കൂടെ ജലം ലീക്ക് ചെയ്യാറുണ്ട്. അത് കാരണം എന്ന് പറയുന്നത് ഹാൻഡിൽ വീലിലെ നട്ട് ലൂസാവുന്നതാണ്. ആ സമയത്താണെങ്കിൽ നമുക്ക് ഹാൻഡിൽ നട്ട് ടൈറ്റ് ചെയ്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ സ്റ്റെമ്മിൻ്റെ സൈഡിൽ കൂടെ ലീക്ക് ചെയ്യുന്നെങ്കിൽ ഒന്നുകിൽ ചിലപ്പോൾ പാക്കിംഗ് നട്ട് ലൂസായതായിരിക്കാം, അല്ലെങ്കിൽ പാക്കിങ്ങിന് വെയർ ആൻഡ് ടിയർ സംഭവിച്ചതായിരിക്കും. ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു പ്രഞ്ച് ഉപയോഗിച്ച് പാക്കിംഗ് നട്ട് മുറുക്കുകയോ അല്ലെങ്കിൽ പുതിയ പാക്കിംഗ് കൊടുക്കുകയോ വഴി നമുക്ക് പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഇനി ഗേറ്റ് വാൽവിൻ്റെ സ്റ്റെമ്മിലെ ത്രെഡുകൾക്ക് വെയർ ആൻഡ് ടിയർ സംഭവിച്ചാണെങ്കിൽ ആ സ്റ്റെമ്മ് മാറ്റി നമുക്ക് പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഇതേ തേയ്മാനം തന്നെ വാൽവിൻ്റെ ഗേറ്റിനാണ് സംഭവിച്ചതെങ്കിലും നമുക്ക് ആ സ്റ്റെം മൊത്തത്തിൽ മാറ്റി നമുക്ക് പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. പിന്നെ വാൽവിൻ്റെ സീറ്റിനാണ് റിപ്പയർ വന്നിരിക്കുന്നതെങ്കിൽ സീറ്റ് റീസർഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ അഴുക്കുകളും മറ്റും അടിഞ്ഞുകൂടുന്നത് മൂലമാണ് ഗേറ്റ് വാൽവുകൾ പൂർണ്ണമായും പ്രവർത്തിക്കാതാവുന്നത്. ആ സന്ദർഭങ്ങളിൽ ഗേറ്റ് വാൽവ് നമ്മുടെ പ്ലംബിംഗ് ലൈനിൽ നിന്ന് അഴിച്ചെടുത്തിന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീഅസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധമുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇവ ഒന്നുകൊണ്ടും പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഗേറ്റ് വാൽവ് മൊത്തത്തിൽ മാറ്റിവെക്കേണ്ടി വരും. ഗ്ലോബ് വാൽവ്. Installation of globe valve is similar to that of gate valve. The main problems that occur in globe valves are valve denote cause and leakage. The main reason for these problems are loose fittings, deposit of minerals, wear and tear of packing and parts. Repair of globe valve is similar to that of gate valve. അടുത്തതായി നമുക്ക് ഗ്ലോബ് വാൽവിനെ നോക്കാം. ഇതൊരു ഗ്ലോബ് വാൽവിൻ്റെ ചിത്രമാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ഇതതിൻ്റെ ഹാൻഡിൽ, ഇതിൻ്റെ യോഗ് ബഞ്ചിങ് ആണിത്, ഇതതിൻ്റെ സ്റ്റെമ്മ് പോകുന്നത്. അവിടെ നമുക്ക് അതിൻ്റെ ഗ്ലാൻഡ് ഫ്ലാഞ്ചും ഗ്ലാൻഡ് നട്ടും കാണാം. ഇവിടെയാണ് പാക്കിങ് വരുന്നത്. ഇത് ബോണറ്റ്, ഇത് ബോഡി, ഇതാണ് അതിൻ്റെ സ്റ്റെമ്മ്. ഇതാണ് ഗ്ലോബ് വാൽവിൻ്റെ സീറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബ് വാൽവിന് ഒരു സീറ്റേ ഉള്ളൂ. ഇവിടെയാണ് ഡിസ്ക് റെസ്റ്റ് ചെയ്യുന്നത്. ഗേറ്റ് വാൽവിൽ കണക്ക് ഗ്ലോബ് വാൽവിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് സാധാരണഗതിയിൽ ലീക്കേജും പിന്നെ മിനറൽ ഡെപ്പോസിഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വെയർ ആൻഡ് ടിയറുമാണ്. നമുക്ക് ഗേറ്റ് വാൽവ് റിപ്പയർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഗ്ലോബ് വാൽവും റിപ്പയർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ബോൾ വാൽവ്. ബോൾ വാൽവ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ്സ്. They are easier to operate and simple and can be installed easily. Problems that occur in ball valve are mainly leakage and operational troubles. The main reason for these problems are deposition of minerals, worn out parts due to usage over long period of time. അടുത്തായി നമ്മൾ സർവ്വസാധാരണ ഉപയോഗിക്കുന്ന ബോൾ വാൽവുകളെ കുറിച്ചാണ് പറയുന്നത്. ബോൾ വാൽവുകൾ നമുക്ക് വീടുകളിലൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബോൾ വാൽവുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമുക്ക് സാധാരണ ടൂൾസ് മാത്രം മതിയാവും. ബോൾ വാൽവിൽ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ലീക്കേജും അതുപോലെ തന്നെ ഓപ്പറേഷണൽ ട്രബിൾസുമാണ്. ഇതിന് പ്രധാനമായി വരുന്ന കാരണങ്ങളെന്ന് പറയുന്നത് ബോൾ വാൽവിൻ്റെ മൂവബിൾ പാർട്സിനിടയ്ക്ക് അഴുക്കുകൾ അടിഞ്ഞുകൂടുന്നതായിരിക്കാം. അതുപോലെ തന്നെ ബോൾ വാൽവിൻ്റെ ബോളിനോ സീറ്റിനോ തേയ്മാനം സംഭവിക്കുന്നതോ അല്ലെങ്കിൽ സ്റ്റെമ്മിന് ലീക്കേജ് വരുന്നതോ ഒക്കെ ആയിരിക്കാം ഇതിൻ്റെ പ്രശ്നങ്ങൾ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ബോൾ വാൽവാണ്. അതിൻ്റെ പാർട്സ് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ മൂവബിൾ ബോൾ. അതിൻ്റെ സീറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫ്ലോ ഈ ഡയറക്ഷനാണ്. ഇത് വാൽവിൻ്റെ ബോഡി, ഇതാണ് സ്റ്റെം. അപ്പോൾ ഫ്ലോ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ കൂടുതൽ അഴുക്കുകളും മറ്റും ഉണ്ടെങ്കിൽ അത് ഈ സീറ്റിനും ബോളിനും ഇടയ്ക്ക് വന്ന് അടിഞ്ഞുകൂടുകയും ആ സമയത്ത് വാൽവ് ലീക്കാവും. അതുപോലെ തന്നെ വാൽവിൻ്റെ ബോളിനോ സീറ്റിനോ തേയ്മാനം സംഭവിച്ചാലും വാൽവിൽ നിന്ന് ലീക്കേജ് ഉണ്ടാകും. അതുപോലെ തന്നെ സ്റ്റെമ്മിലും ഈ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇവ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം.
Ball valves can be repaired easily. The common tools required are wrenches, pliers, screwdrivers, cotton waste, etc. Defects can be rectified by tightening valve parts, disassembling and cleaning and reassembling the valve, replacing worn out parts like ball, handle, washer and seat rings, replacing the valve completely. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ബോൾ വാൽവിൻ്റെ ഓരോരോ ഭാഗങ്ങൾ പുറത്തെടുത്തിരിക്കുന്നതാണ്. ഇതാണ് ബോൾ വാൽവിൻ്റെ ബോഡി, ഇതാണ് അതിൻ്റെ ഹാൻഡിൽ, ഇതതിൻ്റെ സ്റ്റെമ്മാണ്, ഇതാണ് അതിൻ്റെ ബോൾ. ഈ ബോൾ വാൽവിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ നോക്കാം. ബോൾ വാൽവിൻ്റെ ഭാഗങ്ങൾ ലൂസായതാണ് പ്രശ്നമെങ്കിൽ നമുക്ക് അതിൻ്റെ പാർട്സ് ടൈറ്റൻ ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഹാൻഡിലും സ്റ്റെമ്മും ഒക്കെ. പിന്നെ വാൽവിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് പുറത്തെടുത്തതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് റീഅസംബിൾ ചെയ്താൽ നമുക്ക് ഒരുവിധമുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. മിനറൽ ഡെപ്പോസിഷനോ മറ്റോ ആണ് പ്രശ്നങ്ങൾ, അതോടെ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബോൾ വാൽവിൻ്റെ ബോളിനോ അല്ലെങ്കിൽ സീറ്റ് റിങ്ങിനോ തേയ്മാനം സംഭവിച്ചാണെങ്കിൽ ആ ഭാഗങ്ങൾ മാറ്റിവെച്ച് നമുക്ക് പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഇവ ഒന്നുകൊണ്ടും നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ബോൾ വാൽവ് മൊത്തത്തിൽ മാറ്റിവെക്കേണ്ടി വരും. ഫുട്ട് വാൽവ്. ഫുട്ട് വാൽവ്സ് ആർ one-way valves. They are used in suction pipes of centrifugal pumps used in houses to pump water. The main problems in foot valve is leakage of water. Leaks in foot valve may be due to accumulation of dirt, worn out washer, defective spring mechanism, etc. അടുത്തതായി നമുക്ക് ഫുട്ട് വാൽവിനെ കുറിച്ച് പഠിക്കാം. സാധാരണ നമ്മുടെ വീടുകളിലെ പമ്പുകളിലും മറ്റും സക്ഷൻ പൈപ്പുകളിൽ ഫുട്ട് വാൽവുകൾ ഉപയോഗിക്കാറുണ്ട്. ഫുട്ട് വാൽവുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലീക്കേജാണ്. ഇതിനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് ഫുട്ട് വാൽവിലെ സ്പ്രിങ്ങുകളും മറ്റും നിലവേ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഫുട്ട് വാൽവിൽ ലീക്കേജ് വരാം. അതുപോലെ വെള്ളത്തിൽ അഴുക്കുകളും മാലിന്യങ്ങളും ഒക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ സ്ട്രെയിനർ ഉണ്ടെങ്കിൽ പോലും ഫുട്ട് വാൽവിൻ്റെ മൂവബിൾ പാർട്സിനിടയ്ക്ക് ഈ അഴുക്കുകൾ അടിഞ്ഞു കൂടിയാൽ ഫുട്ട് വാൽവിൽ ലീക്കേജ് വരും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫുട്ട് വാൽവാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതാണ് ഫുട്ട് വാൽവിൻ്റെ ബോഡി, ഇത് ഫുട്ട് വാൽവിൻ്റെ വാൽവ് ഡിസ്ക്കാണ്. അവ ഫിക്സ് ചെയ്യുന്ന ബോൾട്ടുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ ഫിക്സിങ് സ്ക്രൂ. പിന്നെ ഇത് അതിൻ്റെ സ്ട്രെയിനർ ഫ്ലാഞ്ചാണ്, സ്ട്രെയിനറാണ് ഈ കാണിച്ചിരിക്കുന്നത്. വെള്ളത്തിലെ അഴുക്കുകളും മറ്റ് വാൽവിലോട്ട് കടക്കുന്നത് ഒരു പരിധി വരെ ഈ സ്ട്രെയിനർ തടയും. ഇനി നമുക്ക് ഈ വാൽവ് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. Problems in foot valves can be solved by disassembling the valve, cleaning the valve parts, replacing worn out washer and spring mechanism, replacing the valve itself. Tools required include wrenches, screwdriver, plier, cotton waste, etc. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു PVC ഫുട്ട് വാൽവിൻ്റെ ഭാഗങ്ങളായിട്ട് പുറത്തെടുത്തിരിക്കുന്നതാണ്. ഇതതിൻ്റെ സ്ക്രീനാണ്. വാൽവിൻ്റെ സീൽ റിങ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് വാൽവിൻ്റെ ബോൾ പാർട്ട്. ഫുട്ട് വാൽവിലെ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ നോക്കാം. സാധാരണഗതിയിൽ ഒരു ഫുട്ട് വാൽവ് പുറത്തെടുത്തതിന് ശേഷം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുവിധമുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ വാൽവ് പുറത്തെടുക്കുന്നു, അതിനുശേഷം അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് അഴിച്ചു മാറ്റുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, തിരിച്ച് ഫിറ്റ് ചെയ്യുന്നു. ഇനി ഫുട്ട് വാൽവിൻ്റെ വാഷറിനോ അല്ലെങ്കിൽ സീറ്റ് റിങ്സിനോ ഒക്കെയാണ് പ്രശ്നം വന്നതെങ്കിൽ ആ ഓണായിട്ടുള്ള പാർട്ടുകൾ മാറ്റി പുതിയത് വയ്ക്കുന്ന വഴി നമുക്ക് പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ സ്പ്രിംഗ് മെക്കാനിസത്തിനാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ആ ഭാഗം മാറ്റി വെച്ച് നമുക്ക് പ്രശ്നം പരിഹരിക്കാം. ഇതൊന്നും കൊണ്ട് നമുക്ക് പ്രശ്നം പരിഹരിക്കാനായില്ലെങ്കിൽ നമുക്ക് വാൽവ് മൊത്തത്തിൽ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. ഈ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്ത പോർഷൻസ് എന്ന് പറയുന്നത് ആദ്യം വാൽവുകൾ എന്താണ്, വാൽവുകളുടെ ഭാഗങ്ങൾ എന്താണ്, അവയുടെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ കണ്ടത് എന്തൊക്കെ തരം വാൽവുകളാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നതാണ്. മൂന്നാമതായി നമ്മൾ കണ്ടത് ചില വാൽവുകളുടെ ഇൻസ്റ്റലേഷൻ ആൻഡ് റിപ്പയർ ആണ്. അപ്പോൾ ഈ ക്ലാസ്സിനെ ആധാരമാക്കി നിങ്ങൾ ഒരു A4 ഷീറ്റ് പേപ്പറിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വർക്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. മേക്ക് എ ലിസ്റ്റ് ഓഫ് വാൽവ്സ് ഇൻ യുവർ ഹൗസ് പ്ലംബിംഗ് സിസ്റ്റം. ഗിവ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച്. ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് ലൈക്ക് ലൊക്കേഷൻ, യൂസ്, സ്കെച്ചസ്, എക്സെട്ര. വീട്ടിലെ പ്ലംബിംഗ് സിസ്റ്റം ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം ആ പ്ലംബിംഗ് സിസ്റ്റത്തിൽ ഏതൊക്കെ വാൽവുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തുക. അവയെക്കുറിച്ച് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക. അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്ന് പറയുന്നത് ഏതുതരം വാൽവാണ് ഉപയോഗിക്കുന്നത്, ആ വാൽവിൻ്റെ ലൊക്കേഷൻ എന്താണ്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ പ്രവർത്തന രീതികളും വിശദീകരിക്കുക. പ്രിപ്പയർ എ കമ്പാരിസൺ ബിറ്റ്വീൻ എ ലീനിയർ മോഷൻ വാൽവ് ആൻഡ് എ റോട്ടറി വാൽവ് ഇൻ ആൻ A4 ഷീറ്റ് പേപ്പർ. ഇൻക്ലൂഡ് പിക്ചർ, സ്കെച്ചസ്, എക്സെട്ര. ഒരു ലീനിയർ മോഷൻ വാൽവും ഒരു റോട്ടറി മോഷൻ വാൽവും തമ്മിലൊരു കമ്പാരിസൺ തയ്യാറാക്കുക. അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ആ വാൽവ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അവയുടെ പ്രവർത്തന രീതി എന്താണ്, അവ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അവയുടെ ചിത്രങ്ങളോ ഡ്രോയിങ്സോ ഇൻക്ലൂഡ് ചെയ്യുക. ഈ ക്ലാസ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന റിസോഴ്സസിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്.
Pictures and notes courtesy of www.valveworld.net, www.diy.com, www.google.com/images, www.wikipedia.com. രണ്ടാമത്തെ യൂണിറ്റിലെ വാൽവുകളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് കഴിഞ്ഞത്. ഈ ക്ലാസ് എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.